കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഇതിനകത്ത് ഒരു സാധനം പോലും എല്ലാം കത്തുന്ന എഞ്ചിന്റെ ഭാഗമായി കണ്ടോ. അകത്തോട്ട് പോയിക്കാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ എന്ത് തോന്നിയ മാസവും തന്തയില്ലായ്മയും കാണിക്കാം. അതാണ് നടന്നു വരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തി നശിച്ച് വണ്ടി സൈഡിലോട്ട് ഒതുക്കി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷോർട്ട് ആയതാണ് വണ്ടി. തീ അണയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല. 1 കോടി രൂപയോളം വില വരുന്ന വണ്ടി. ഭാഗ്യത്തിന് ആ ജീവന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു തെമ്മാടിത്തരം നടന്നു. എന്താണ് തെമ്മാടിത്തരം? ഇവിടെ വണ്ടി കത്തിയതുണ്ടോ? തെമ്മാടിത്തരോ? വണ്ടി കത്തിയതുണ്ടോ നീ? ആ വണ്ടി കത്തി കാണാനല്ലേ ഞാൻ ഇത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് എവിടെ? നമ്മൾ നിൽക്കുന്നത് എറണാകുളത്ത് കുസാറ്റില്. കളമശ്ശേരിയുള്ള കുസാറ്റിലാണ് നിൽക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വണ്ടി പിന്നെ എന്തോ ഷോർട്ടായി കത്താൻ തുടങ്ങിയപ്പോ റോഡ് സൈഡിൽ ഒതുക്കി പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. അല്ല അതിനിപ്പോ ഇവിടെ പ്രശ്നം എന്ത്? പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിലാണോ വണ്ടി? അല്ലല്ലോ, റോഡിലാണോ? റോഡിലല്ല, റോഡിൽ മാറിയാ കിടക്കുന്നത്. അപ്പം ഇപ്പം ഈ വണ്ടി ക്ലെയിമിന് വേണ്ടി, നഷ്ടപരിഹാരത്തിന് വേണ്ടി അതിന് ഓണർ വണ്ടി എടുക്കാൻ 2 ദിവസം മുമ്പ് വന്ന്. എന്നിട്ട് അപ്പൊ ഇവിടുത്തെ കുസാറ്റിലുള്ള കുറെ ഏമാമാരുണ്ട്. ഇവര് പറഞ്ഞു 25,000 നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. അവനവന്റെ സ്വന്തം വണ്ടി കത്തിയിൽ അങ്ങോട്ട് പോയി. അതെന്താന്ന് പറഞ്ഞാല് അവര് പറഞ്ഞ് ടാറ് ശകലം ഉരുകിയിട്ടുണ്ട്. അപ്പൊ നോക്കും ടാർ ഉരുകിയിട്ടില്ല. അപ്പൊ പിന്നെ ന്യായം എന്തോന്നറിയോ? ഭാവിയിൽ എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ടാറിന്. അത് ശരി. ടാറിനെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ച് അവർക്ക് വേവലാതി അതാണ്. അല്ല ഈ കുണ്ടും കുഴിക്കകത്ത് വീണ് മരിക്കുന്നവർക്ക് അതാണ്. ഈ ടാർ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ടാർ ഇട്ട് കഴിയുമ്പോഴത്തേന് ഒരാഴ്ച കഴിയുമ്പോൾ ടാറ് പൂർണ്ണമായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് ഒരു കുഴിയെടുപ്പുണ്ട് പൈപ്പ് ഇടാൻ വേണ്ടി. ഓരോ കാര്യത്തിന് വെള്ളത്തിന് അതിനും ഇതിനൊക്കെ. പിന്നെ അത് കുളമാവും. നീ എന്തുവല്ല, നിനക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഈ വണ്ടി കിടക്കുന്ന റോഡ് സൈഡിൽ മാറിയല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോ എന്ത് പ്രശ്നം? എവിടെ ടാറിന് പ്രശ്നം? പൊട്ടന്മാരാന്നുള്ളത്. പൊട്ടന്മാരാണ്. വേറൊരു കാര്യം, നമ്മള് യാത്ര ചെയ്യുക ബൈക്കിനകത്ത്, നമുക്ക് ആക്സിഡന്റ് പറ്റി മരണപ്പെടുവാണെങ്കിലോ ഇപ്പൊ ഈ ടാറിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. അതാണല്ലോ പറഞ്ഞു വരുന്നത്. ഓടിക്കൊണ്ടിരുന്ന വണ്ടി ബ്രേക്ക് ഓടിക്കുമ്പോൾ സ്ക്രാച്ച് ആവുമല്ലോ റോഡിന്, അങ്ങനെ കൊടുക്കണം. അതിന് കൊടുക്കേണ്ടി വരും. റോഡാണല്ലോ. ഇതിപ്പോ എന്തോ സംഭവം എന്നറിയോ? പണം ഉള്ളവന്റെ കയ്യിൽ നിന്ന് പണം ഊറ്റാൻ പറ്റും. വണ്ടി നശിച്ച് ഭാഗ്യത്തിന് ആ ജീവന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തി നശിച്ച് വണ്ടി സൈഡിലോട്ട് ഒതുക്കി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷോർട്ട് ആയതാണ് വണ്ടി. ഷോർട്ടായി വണ്ടി സൈഡിലോട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് വണ്ടി പൂർണ്ണമായിട്ട് കത്തി തീ അണയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷെ വണ്ടി കൂടി 1 കോടി രൂപയ്ക്ക് പുറത്ത് വരുന്ന വണ്ടി, വിലയുള്ള വണ്ടിയാണ്. ജാഗ്വറാണ് വണ്ടി. ഇതിനകത്ത് എളുപ്പം കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി ക്ലെയിമിന് വേണ്ടി അതിന്റെ ഓണർ ഇൻഷുറൻസിന് വേണ്ടി വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നപ്പം പറഞ്ഞ ന്യായം എന്തോന്നറിയോ? ഇവിടുത്തെ കുസാറ്റിലുള്ള ഏമാമാര് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടി എടുക്കണമെങ്കിൽ 25,000 രൂപ അവന്മാർക്ക് അങ്ങോട്ട് കൊടുക്കണം. 25,000 രൂപ അവന്മാർക്ക് കൊടുക്കണം. ഈ 25,000 രൂപ കൊടുക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ടാറിന് എന്തെങ്കിലും ദോഷം വന്നോ ഇല്ലയോ എന്നാണ് അവന്മാരുടെ ഇത്. അല്ലെങ്കിൽ ഭാവിയിൽ ടാറിന് എന്തെങ്കിലും ദോഷം വരുമെന്നാണ് ഇവന്മാർ പറയുന്നത്. ഇവന്മാരുടെ ന്യായം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലുള്ള റോഡുകൾ മൊത്തവും ടാറിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇളകിപ്പോകുന്ന റോഡുകളാണ്. ഒരു മഴ വന്നാൽ കൊണ്ടുപോകുന്ന റോഡുകളാണ്. അങ്ങനെയാണ് ഈ കുണ്ടും കുഴിയിലൊക്കെ വീണ് ആക്സിഡന്റ് പറ്റുന്ന, ബൈക്കിലൊക്കെ വീണ് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാർ വീണ് മരിക്കട്ടെ അങ്ങോട്ട് പൈസ കൊടുക്കണോ? ഇനി ഈ റോഡിന് പൈസ കൊടുക്കണോ? എന്തൊക്കെ നിയമങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പറഞ്ഞാൽ അറിയാവുന്ന സുഹൃത്തുക്കളെ. ഇത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയില് കളമശ്ശേരി കുസാറ്റിലാണ് സംഭവം നടന്നത്. കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഇതിനകത്ത് ഒരു സാധനം പോലും എല്ലാം കത്തുന്ന എഞ്ചിന്റെ ഭാഗമായി കണ്ടോ. അകത്തോട്ട് പോയിക്കാൻ ഫുള്ള്, അതായത് 1 കോടി രൂപയോളം വില വരുന്ന വണ്ടി. അങ്ങോട്ട് കൊടുക്കും. 25,000 രൂപ അങ്ങോട്ട് കൊടുക്കണോ? എല്ലാം കത്തി നശിച്ചു പോയി എല്ലാം ഇല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കത്തിയതിന് അവന്മാരുടെ ടാറിന് പ്രശ്നം, റോഡിന് പ്രശ്നം എന്ന് പറഞ്ഞ് 25,000 രൂപ. ഈ വണ്ടി കിടക്കുന്നുണ്ടോ? റോഡ് സൈഡിലാണ് മാറി കിടക്കുന്നത്. ഇവന്മാർക്ക് ഈ ഗവൺമെന്റിനായാലും ഇങ്ങനെ കുറെ ഉദ്യോഗസ്ഥന്മാരായെന്ന് പറഞ്ഞാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ എന്ത് തോന്നിയ മാസവും തന്തയില്ലായ്മയും കാണിക്കാം. അതാണ് നടന്നു വരുന്നത്. കാരണം എന്ത് തന്തയില്ലായ്മയും കാണിക്കാം, ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. വണ്ടി എടുക്കണമെങ്കിൽ 25,000 രൂപ കൊടുക്കണം. 21 നടക്കത്തില്ല. അല്ല ഒരു ഭാഗം നടക്കത്തില്ല. ഇത് 22 ഒക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ നിയമം. നമ്മുടെ റോഡ് നല്ല റോഡോ? യൂറോപ്യൻ റോഡോ? റോഡ് നല്ല യൂറോപ്യൻ റോഡല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെ പറയുന്നില്ല യൂറോപ്യൻ റോഡാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ? അവിടുന്നുള്ളവർ ഇവിടെ വന്ന് നോക്കിയപ്പോ അതിശയിച്ചു. യൂറോപ്യൻ റോഡിലൊക്കെ ഇങ്ങനെ ചെറിയൊരു കത്തൽ വന്നു കഴിഞ്ഞാല് പിന്നെ അതിന് പൈസ കൊടുക്കണ്ടേ? പിന്നെ പൈസ കൊടുക്കണം. ഇവിടെ സത്യം പറഞ്ഞ 8 മാസം 7 മാസം ഉള്ള ഒരു ഗർഭിണിയെ നമ്മുടെ റോഡിൽ കൂടെ കൊണ്ടുപോയി പ്രസവിക്കും. അതെ. എന്നിട്ടാണ് ഇവന്മാരുടെ ഈ തോന്നി മാസം. കഷ്ടം തന്നെ, കഷ്ടം. അതാണ് ഇപ്പൊ നടന്നു വരുന്ന സംഭവം. അതാണ് തന്തയില്ലായ്മയ്ക്ക് ഒരു കുറവില്ല. ഇതാണ് അവസ്ഥ. കാരണം ജീവനൊന്നുമല്ല വില. ഇവന്മാർക്ക് പണമാണ് വേണം. സർക്കാരിന് വേണ്ടത് പണം. അതാണ് വേണ്ടത്. ഇപ്പൊ അന്നേരം നമ്മുടെ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നല്ല റോഡൊക്കെ കത്തിയ അങ്ങനെ കുഴപ്പം. ഇവന്മാർക്കൊന്നും 10 പൈസയുടെ വിവരം എന്ന് പറഞ്ഞ സാധനമില്ല. പണത്തിലാണ് ഇവന്മാരുടെ ലക്ഷ്യം ഇല്ലേ? കുസാറ്റേ